2015 മോഡല്, സെക്കൻഡ് ഓണർ. നല്ല നീറ്റ് വണ്ടി മീൻസ് കാണാൻ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് വെച്ചാൽ വേറെ പ്രശ്നം ഉണ്ടെന്നല്ല കേട്ടോ. എഞ്ചിൻ സൈഡൊക്കെ അത് എഞ്ചിൻ സൈഡിലൊന്നും യാതൊരു പ്രശ്നമില്ല. നമ്മൾ ഓടിച്ചിട്ടൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഒരു ലീക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നും യാതൊന്നുമില്ല. 2013 മോഡല്, 2014 രജിസ്റ്റർ ചെയ്ത അമേസാണിത്. 59,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി. 2018 മോഡല്, സിംഗിൾ ഓണർ, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 94,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടയർ മോശമാണ്, ബാക്ക് ടയർ പുത്തൻ ടയറാണ്. 2017 മോഡല്, 18 രജിസ്റ്റർ ചെയ്ത് സിംഗിൾ ഓണർ, റെനോൾട്ട് ക്വിഡ് RXL മാനുവലാണ്. ഇതാ കിടക്കുന്നത്. ഇത് 2, 3, 4, 5, 6 പേര് വന്നിട്ട് ഒക്കെ ചോദിക്കുന്നുണ്ട് വണ്ടി. 2014 മോഡല്, നല്ല അത്യാവശ്യം നീറ്റ് വൃത്തിയായിട്ടിരിക്കുന്ന ഒരു വാഹനം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊട്ടിയത്താണ് കേട്ടോ. കൊല്ലം ജില്ലയിൽ കൊട്ടിയം എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അസറ്റ് എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിന് മുമ്പ് നമ്മൾ ഇവർക്ക് വേണ്ടി 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വണ്ടികളുള്ളൊരു ഷോപ്പ് തന്നെയാണ് എന്നും പറഞ്ഞ് നല്ലൊരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് വണ്ടി എടുത്തുകൊണ്ട് പോകണം. ഞാനിത് പറഞ്ഞുകൊണ്ട് കണ്ണും പൂട്ടി വന്ന് എടുത്തുകൊണ്ട് പോകരുത്. നല്ല വണ്ടികളാണ് കിടക്കുന്നത്. ബോഡിയൊക്കെ കണ്ടാൽ നല്ല മനോഹരമായ വണ്ടികളാണ്. അതുകൊണ്ടാണ് നല്ല വണ്ടികളെന്ന് ഞാൻ പറഞ്ഞത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. ഇതിലെല്ലാം ഉപരി ഞാൻ ഇവിടെ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പം ഏകദേശം ഒരു 3-4 വണ്ടികൾ പോയിട്ടുണ്ട്. പിന്നെ ഇപ്പം പുതിയ കുറേ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇവർക്ക് വാക്കിംഗ് കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ മാത്രം വിചാരിച്ചിട്ടല്ലല്ലോ കച്ചവടം നടക്കുന്നത്. പിന്നെ ആ പഴയ വീഡിയോയിലുള്ള 3-4 വണ്ടികൾ വേറെയും കിടപ്പുണ്ട്. അപ്പം ആ വണ്ടികൾക്ക് ഇത്തവണ കുറേ കൂടി വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നടത്തിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരു വർഷം മാറിയല്ലോ, ഡിസംബർ കഴിഞ്ഞ് ജാനുവരി, ഇപ്പോൾ ഫെബ്രുവരി ആയില്ലേ. അപ്പം അതിൻ്റേതായ വിലയിലുള്ള വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ ഈ വീഡിയോ ആരംഭിക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം. സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ബ്രോ വരും, നമ്മളെ കണ്ണൻ ബ്രോ ആണ്. കണ്ണൻ ബ്രോയ്ക്ക് സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പ്രൊമോഷന് വേണ്ടി പറയല്ലേ. ചാനലിൻ്റെ പേരെന്താ? കണ്ണൻ തന്നെ, കണ്ണൻ രാജേന്ദ്രൻ നായർ. ഇതാണ് ചാനലിൻ്റെ പേര്. ഞാൻ ചാനലിൽ കാണാറുണ്ട്. പുള്ളി സ്വിഗ്ഗിയുടെയൊക്കെ വീഡിയോകൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഷോപ്പിലെ വണ്ടികളുടെ വിശേഷങ്ങളും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എൻ്റെ പള്ളക്കടിക്കാൻ വേണ്ടി ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട്. അപ്പം പുള്ളി ചെയ്ത് ഇനി ക്ലിക്കായി കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ നമ്മളെ വയറ്റിപ്പഴപ്പ് കാര്യങ്ങൾ നടക്കില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പം ചുമ്മാ പറഞ്ഞാൽ. അപ്പം വണ്ടികൾ ഏകദേശം എത്ര രൂപ തൊട്ടുള്ള വണ്ടികളാണ് നടക്കുന്നത്? ഞങ്ങൾക്ക് ഇപ്പോൾ ഇപ്രാവശ്യം ഉള്ളത് ഒരു 1.35 തൊട്ടുള്ളുണ്ട്. 1.35 നമുക്ക് കാണിക്കാനുണ്ടല്ലോ വണ്ടി? ഉണ്ട്. ഓക്കെ. എങ്ങനെയാണ് സിംഗിൾ ഓണേഴ്സ്, സെക്കൻഡ് ഓണേഴ്സ്? അത് 35 തൊട്ടുള്ള വണ്ടിയും സിംഗിൾ ഓണറാണ്. അത് സിംഗിൾ ഓണർ. ഓക്കെ. അപ്പം റീപ്ലേസ് കാര്യങ്ങൾ. പിന്നെ എനിക്കൊരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, പഴയ വണ്ടിയാകുമ്പം പഴയ ക്വാളിറ്റിയെ കാണുള്ളൂ. അതായത് അതിൻ്റേതായ ഒരു ക്വാളിറ്റി കാണുള്ളൂ. ഒരു 1.5 ലക്ഷം രൂപയുടെ വണ്ടിയാകുമ്പോൾ 1.5 ലക്ഷം രൂപ ക്വാളിറ്റി കാണുള്ളൂ. ഇനി നിങ്ങൾക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പം ഞാൻ ക്വാളിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻജിന് കംപ്ലയിൻറ്റ്, ഈ ബോണ്ട് പോക്കി നോക്കുമ്പോൾ അഫ്രോണിൻ്റെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളില്ല, അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ വണ്ടിക്ക് പുട്ടി, പഴയ വണ്ടി യൂസ്ഡ് വണ്ടി ആകുമ്പോൾ എങ്ങനെയായാലും പുട്ടി ഉണ്ടായിരിക്കും. അപ്പോൾ പുട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് മെഷീൻ ഇങ്ങനെ വെച്ചിട്ട് പുട്ടി അതിലർത്ഥമില്ല. നിങ്ങൾ പുട്ടി എന്ന് പറഞ്ഞ് നോക്കരുത്. വണ്ടിക്കകവും വണ്ടിയുടെ വേണ്ടുന്ന ഐറ്റംസൊക്കെ നല്ലപോലെയാണോ, ഫ്ലോറ് തുരുമ്പുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളത് നല്ലപോലെ ചെക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോവുക. പുട്ടിയുടെ കാര്യത്തിൽ നോക്കണ്ടെന്നല്ല, പക്ഷേ പുട്ടി ഉണ്ടാകും. യൂസ്ഡ് വണ്ടി ഇപ്പോൾ നമ്മളതിൽ തന്നെ ഒരു വണ്ടി ഒരു 6-7 വർഷമായിട്ട് കൈയിരുന്നാൽ തീർച്ചയായിട്ടും പോറലുണ്ടാവില്ല. അപ്പം നമ്മളിത് ഇവരെ പോലുള്ളവർക്ക് വിൽക്കുമ്പം നമ്മൾ കൊണ്ടുവന്ന് നല്ലപോലെ അത് പുട്ടിയിട്ട് റീപെയിൻ്റൊക്കെ ചെയ്തിട്ടായിരിക്കും ഇവർക്ക് കൊടുക്കുന്നത്. എന്നാലല്ലേ അവർ നമുക്കൊരു വില തരൂ. അപ്പം ആ രീതിയിൽ പുട്ടി വരാത്ത സെക്കൻഡ് ഹാൻഡ് വണ്ടി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? ഉണ്ട്. ഇല്ല, വരുന്നില്ല. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നല്ലപോലെ നല്ല വണ്ടികൾ എടുത്തുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കാം. ഷുവർ, നോക്കാം. അപ്പോൾ 2011 മോഡല് i10 ആണിത്. സിംഗിൾ ഓണർ, 75,000 കിലോമീറ്ററാണ് ഓടിയത്. ടയർ കാര്യങ്ങളൊക്കെ ആവറേജ് ആണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് നമുക്ക് ഉണ്ടോ എന്ന് കറക്റ്റ് അറിയാൻ പറ്റില്ല. ഈ 11 മോഡലൊക്കെ ആയതുകൊണ്ടേ. പിന്നെ അതുപോലെ റീപെയിൻ്റ് ഒക്കെയാണ്, റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് ആയിട്ട് ഇല്ല, നമുക്ക് നിലവിൽ നമുക്ക് കാണാനായിട്ട് അങ്ങനൊന്നുമില്ല. ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ആയിട്ട് കാണുന്നില്ല. പക്ഷേ ഇനി ഇൻ കേസ് എന്തെങ്കിലും ബമ്പർ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ അങ്ങനെയൊന്നും നമുക്ക് അറിയാനും പറ്റുന്നില്ല. പക്ഷെ റീപെയിൻറ്റഡ് ആണ് കേട്ടോ, റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. എത്ര ചോദിക്കുന്നേ? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 1.35 കൊടുക്കാം. 1.35 ലാസ്റ്റ് വണ്ടിയാണ്. ലാസ്റ്റ് പ്രൈസ് ആണോ? നല്ല ബെസ്റ്റ് പ്രൈസാണ്. നല്ല ബെസ്റ്റ് പ്രൈസല്ലേ? ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നും വണ്ടിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്.
പഴയതല്ലേ, 2011 മോഡലും കൂടെ അല്ലേ. പക്ഷെ ബോഡി ബേസ് നോക്കിയിട്ട് അങ്ങനൊന്നും പ്രശ്നങ്ങളുള്ളതായിട്ട് കാണുന്നില്ല. അതെ, പൊട്ടിയല്ലല്ലോ, നമ്മളെ പൊട്ടൽ ചീറ്റൽ അങ്ങനെയുള്ളതൊന്നും കാണുന്നില്ല. ഈ വണ്ടിയൊക്കെ നമ്മളിൽ വർക്ക്ഷോപ്പിൽ ഓരോരുത്തർ വന്നിട്ടില്ല മറ്റേ സുന വെച്ച് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരല്ലേ ദയവ് ചെയ്ത്. കാര്യം റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് വെച്ച് ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് ആന്തരികമായിട്ട് റീപെയിൻറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പാർട്സ് മാറ്റി എന്നൊക്കെ പറഞ്ഞു കളയും. അവർക്കും ഇതൊരു ബിസിനസ്സാണ്. അത് ഓരോ ആളുടെ കയ്യിൽ നിന്നും കാശ് മേടിച്ചിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. പിന്നെ അതെനിക്കറിയാം. അപ്പം 10 വണ്ടിക്ക് കുറ്റം പറഞ്ഞാലല്ലേ 11ാമത്തെ വണ്ടിക്കും കാശ് മേടിക്കാൻ പറ്റൂ. നമ്മൾ ജോത്സ്യം നോക്കുന്ന പോലെ. പിന്നെ ഇത് 2014 മോഡല്, സിംഗിൾ ഓണർ, പെട്രോളാണ്, 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് കാര്യങ്ങൾ യാതൊന്നുമില്ല. ചെറിയ സ്ക്രാച്ചും മറ്റുമൊക്കെ നമുക്കുണ്ടായിരുന്നു കേട്ടോ ബ്രംബറിലൊക്കെ. അത് ടച്ച് ആൻഡ് പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ആർമി യൂസ് ചെയ്ത വണ്ടിയാണ് കേട്ടോ. ഇവിടെ സ്റ്റിക്കർ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ നമുക്കറിയത്തില്ല. പക്ഷേ പുള്ളിക്കാരൻ അധികം യൂസ് ചെയ്തിട്ടില്ല. കാരണം 14 മോഡൽ 55,000 കിലോമീറ്റർ അല്ലേ ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ ഒക്കെ ജെനുവിനാ. സിംഗിൾ ഓണർ വണ്ടിക്ക് ഓണർ കയ്യിൽ നിന്ന് നമ്മൾ എടുക്കുന്നില്ലേ, അതുകൊണ്ട് പ്രശ്നമില്ല. ഓടോ പവറിൻ്റെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇല്ല. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ വണ്ടി കാണാനൊക്കെ കൊള്ളാം. നല്ല സീറ്റ് കവറും ഒക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് ടയർ ആവറേജ് ടയറിൽ കൂടുതലുണ്ട്, കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? നല്ല ടയർ, പുതിയ പുത്തൻ നല്ല ആവറേജ് കൂടുതൽ ടയർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഫ്രണ്ടും ബാക്കും ഉണ്ട്. ഇല്ലെന്നല്ല പറഞ്ഞത്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 395 കിട്ടിയാൽ കൊടുക്കാം ലാസ്റ്റ്. നമ്മളിപ്പോൾ ഇപ്രാവശ്യം വീഡിയോയിൽ എല്ലാത്തിൻ്റെയും അങ്ങേയറ്റം ലാസ്റ്റ് വിലയാണ് പറയുന്നത്. പിന്നെ ബാർഗനിങ് ഇല്ല? അയ്യോ ഇനിയിപ്പോൾ ഇല്ലപ്പാ. പറ്റുന്നതിൽ നമ്മൾ മാക്സിമം ചെയ്തു തരാം. 2018 മോഡല് സ്വിഫ്റ്റ് ഡിസയർ ZXi ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ഓട്ടോമാറ്റിക്കാണ്. ഇത് വരുമ്പോൾ 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. പിന്നെ തേർഡ് ഓണറാണ്, ഓട്ടോമാറ്റിക് ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, ഫോർഡോ പവറിൻ്റെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, നല്ലൊരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ഫ്ലോർ മാറ്റ് അടിച്ചിട്ടുണ്ട്. ആ രീതിയിൽ വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയാണ്. ഡോറ് നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് പോകുന്നുണ്ട്. കളർ ഫെയ്ഡ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ബാക്ക് AC വെൻ്റ് വരുന്നുണ്ട്. ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ആവറേജ് കൂടുതൽ ടയേഴ്സ് കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 580 നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നതാണ്. നമ്മൾ 560 ഇപ്പോൾ കൊടുക്കാം. 560. നിങ്ങൾ എടുക്കടേന്നില്ലേ? ഇതിൽ കൂടുതലൊന്നും താത്ത് തരാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. മാക്സിമം നമ്മൾ താത്ത് പറയുന്നുണ്ട് എല്ലാ വണ്ടിക്കും. പഴയ മുമ്പ് ചെയ്ത വീഡിയോയിൽ നമുക്ക് ഉള്ള വണ്ടികൾക്ക് ഇപ്രാവശ്യം അതിൽ നിന്നും ഒക്കെ ഒരു 10,000 20,000 ഒക്കെ താത്ത്. ഇത് കഴിഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നില്ലേ? കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു. 2019 മോഡൽ സിംഗിൾ ഓണർ, ഓട്ടോ എന്താ ഓടി? നെക്സ്റ്റ് ഇത് 72,000 നെക്സോണാണ്. ടയർ മോശം ടയറാണ്, ഒരുപാടൊന്നുമില്ല. ഫ്രണ്ട് ടയർ മോശം, ബാക്ക് ടയർ ഒരു ആവറേജ് ടയർ കിടപ്പുണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇതിനകത്തില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് ബമ്പറിൽ സ്ക്രാച്ചും നല്ല സ്ക്രാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ റീപെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാനുവലാണ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്ന മോഡലാണ്, ഫോർഡോ പവറിൻ്റെ ആണ്. സീറ്റ് കവർ ചെയ്തിട്ടില്ല. ഇത് മൈലേജ് എന്തോ കാണും? ഇതൊരു 13 തൊട്ട് 15 വരെ. വലിയ വണ്ടിയല്ലേ, വെയിറ്റും കാര്യമൊക്കെ. അതെ. അത് ഡോറ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ, ഭയങ്കര വെയിറ്റ്. ടാറ്റയുടെ കംപ്ലീറ്റ് ഇരുമ്പ് പോകാൻ അത് കയറ്റിയിട്ടുണ്ട്. അതെ. ടയറൊക്കെ ബാക്ക് ടയർ ആവറേജ് ഉണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. റീപെയിന്റ് ബോണറ്റിൽ ബമ്പറിൽ കയറിയിട്ടുണ്ട് അല്ലേ? ബമ്പറിൽ റീപെയിന്റ് ഉണ്ട്. ഈ ടയർ ഒട്ടുമിക്ക വണ്ടികൾക്കേ ബമ്പറിൽ എന്തായാലും വരാതിരിക്കത്തില്ല. ഓക്കെ, എത്ര ചോദ്യം? ഇത് 590 ചോദിച്ചോണ്ടിരുന്ന നമ്മള്, പക്ഷെ 570 ഇപ്പോൾ കൊടുക്കുക. പെട്രോൾ തന്നെയല്ലേ? അതെ പെട്രോൾ. 2013-14 അതെന്ന് പറഞ്ഞാൽ 13 മോഡല് 14 രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. സിംഗിൾ ഓണർ അല്ല കേട്ടോ, സെക്കൻഡ് ഓണറാണ്. പിന്നെ നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. ടയർ ആവറേജ് ടയർ കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇതിനകത്ത് നമുക്ക് നിലവിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ നമുക്ക് റീപ്ലേസ് ഒന്നും കാണാനില്ല. ഈ വണ്ടി എന്തോ ഓടിയെന്ന് പറഞ്ഞാൽ 94,000. ഡീസലല്ലേ? ഡീസൽ 14-16 വരെയൊക്കെ മൈലേജ് കിട്ടും. മാനുവൽ അല്ലേ?
മാനുവൽ. ഗിയർ നോബ് എന്നെ എപ്പോഴും തെറ്റിക്കുക, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ബാക്ക് സൈഡ് നോക്കിയാലും വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട്, നല്ല സീറ്റ് കവറൊക്കെ ആയിട്ട് വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഡോർ പാഡ് നോക്കിയാലും വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. അതിൻ്റേതായ ഒരു വൃത്തി മെനയൊക്കെ ഉണ്ട്. പിന്നെ ഈ ബാക്ക് ടയർ നോക്കിയാൽ ആവറേജ് ടയറാണ് കിടക്കുന്നത്. നല്ല അലോയ് വീൽസ് ഉണ്ട്. ഇവിടെ ഒരു കുട്ടിയുടെ പരിപാടികൾ ചെയ്യാറുണ്ടല്ലേ, ചെറിയൊരു വർക്ക് ചെയ്യാറുണ്ട്. എത്ര ചോദ്യം? ഇത് ഞങ്ങൾ 390 ചോദിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നമുക്കൊരു 360 കിട്ടിയാൽ കൊടുത്തേക്കാം. 360. ആ പുട്ടിയുടെ ആ സംഭവമൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കത്തില്ലേ? അത് നമുക്ക് തീർത്ത് കൊടുക്കാം, അത് വിഷയമല്ല, ചെയ്യാം. 2015 മോഡല്, സെക്കൻഡ് ഓണർ, നല്ല നീറ്റ് വണ്ടി മീൻസ് കാണാൻ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് വെച്ചാൽ വേറെ പ്രശ്നം ഉണ്ടെന്നല്ല കേട്ടോ. എൻജിൻ സൈഡൊക്കെ പക്കയല്ലേ? അത് എൻജിൻ സൈഡിലൊന്നും യാതൊരു പ്രശ്നമില്ല, നമ്മൾ ഓടിച്ചിട്ടൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഒരു ലീക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നും യാതൊന്നുമില്ല. സൗണ്ടും വളരെ സൈലൻ്റ് ആയിട്ടുള്ള വണ്ടി. പിന്നെ ടയർ 4 സ്റ്റെപ്പിനി അടക്കം 5 പുത്തൻ ടയറാണ്. കുറച്ച് സീറ്റ് കവറിന് ഒരു ലേശം പാകപ്പഴമുണ്ട്. അതങ്ങ് ഇളക്കി കളഞ്ഞാൽ മതി, ഒറിജിനൽ സീറ്റ് അകത്തുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 150 കൊടുക്കാം. 160, 170 വരെ നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു 150 നമുക്ക് കൊടുക്കാം ലാസ്റ്റ്. ബാക്കൊക്കെ കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഡോർ പാഡ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ? ഇല്ല, തുരുമ്പായിട്ടൊന്നുമില്ല. ബാക്ക് ടയർ എല്ലാ ടയറും നല്ല പുതിയ ടയറാണ് കിടക്കുന്നത്. റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല. റീപെയിൻ്റ് ഉണ്ട് കേട്ടോ. റീപെയിൻ്റ് ഉണ്ട്. അത് വരും ഇവിടെ. റീപെയിൻറ്റ് വരാതെ എന്തായാലും ഒരു വണ്ടി പാടാം. അല്ലെങ്കിൽ ഓടാത്ത വണ്ടിയൊക്കെ ആയിരിക്കണം. ഷോറൂമിൽ നിന്ന് എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് അവിടെ നിന്ന് എടുത്ത് വിൽക്കാൻ നന്നാത്ത വണ്ടിയാണെങ്കിൽ അത് കാണുള്ളൂ. എത്ര ചോദിക്കുന്നത്? 150 നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. 150. ഇതിന് ലോണൊന്നും കിട്ടത്തില്ലല്ലോ? ലോൺ കിട്ടും, ഇത് നമ്മൾ എടുത്ത് കൊടുക്കാം. ഈ മിറർ എവിടെ പോയി? മിറർ ഇളകി പോയതാണ്, നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഇട്ടേ കൊടുക്കത്തുള്ളൂ. 2018 മോഡല്, സിംഗിൾ ഓണർ, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 94,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടയർ മോശമാണ്. ബാക്ക് ടയർ പുത്തൻ ടയറാണ്. ഫ്രണ്ട് മോശം ടയറാണ് കിടക്കുന്നത്. കിലോമീറ്റർ എത്രയായിരുന്നു? 94. 94. ഫോർഡ് പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇല്ല. നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ഫ്ലോർ മാറ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഡോറ് നോക്കിയാലും ഒക്കെ നല്ല വൃത്തിയായിട്ട് നല്ല മെനയുള്ള ഡോറ് തന്നെ. അതേപോലെ തന്നെ ഈ കളർ ആയതുകൊണ്ടും കൂടി ആവാം, കളർ ഫെയ്ഡ് അങ്ങനെയൊന്നും തോന്നുന്നില്ല. ബാക്ക് സൈഡൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ടയർ നല്ല ടയർ കിടപ്പുണ്ട്. ഫ്രണ്ട് മോശം ടയറാണേ, ബാക്ക് പുത്തൻ ടയർ. ഇത് പക്ഷേ ആവറേജ് ടയർ. എന്താ പറയുക, പല രീതിയിലൊക്കെ ഇട്ടേക്കുന്നത്. ഇത് ആവറേജ് ടയർ മാറിപ്പോയത്. അതാണ് ഇവിടെ ഫ്രണ്ട് ടയർ പുത്തൻ ടയർ ഇതാ കിടക്കുന്നത്. അതെടുത്ത് ബാക്കിലിടണം. സ്ഥലം മാറിപ്പോയി, ഇട്ടതിൻ്റെ സ്ഥലം മാറിപ്പോയി. അതാ. എത്ര ചോദിക്കുന്നേ? ഇത് നമുക്ക് 4,400 ചോദിച്ചിരുന്നത്, നമ്മൾ 4,15 തരാം. 4,15. അത് ഇതിനകത്ത് 10,000 രൂപയല്ലേ കുറഞ്ഞോളൂ. 2018 ഓട്ടോമാറ്റിക്. ഈ വണ്ടിക്ക് ക്യാമറ കൊടുത്തിട്ടുണ്ടല്ലോ? ഇപ്പോൾ ക്യാമറ കൊടുത്തിട്ടുണ്ട്, സ്ക്രീൻ ഇല്ലാതെ എനിക്ക് തോന്നുന്നു അവർ എടുത്തതായിരിക്കും. സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റും. 2010 മോഡല് വാഗണാർ. ഇത് സിംഗിൾ ഓണറാണ് കേട്ടോ. 1,03,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഓട്ടം നല്ലപോലെ ഓടിയിട്ടുണ്ട്, വർഷം കുറേ ആയല്ലോ. അതെ, പക്ഷേ സിംഗിൾ ഓണർ വണ്ടിയാണ്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലെന്നാണ് നമ്മളോട് കസ്റ്റമർ പറഞ്ഞത്. പിന്നെ നമ്മൾ ചെക്ക് ചെയ്തപ്പോഴും അങ്ങനെ യാതൊന്നും കാണാനും കഴിഞ്ഞിട്ടില്ല. ബാക്ക് ടയർ കുറച്ചുകൂടി നല്ല ടയർ കിടപ്പുണ്ട്. വണ്ടിക്കകവും കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. മാനുവലാണ്. നല്ല സീറ്റ് കവർ കിടപ്പുണ്ട്. അവരുള്ള ആ രീതിയിൽ വണ്ടി കാണാനൊക്കെ കൊള്ളാം, വൃത്തിയുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലും സീറ്റ് കവറൊക്കെ വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നത്. ഫ്ലോർ മാറ്റ് അടിച്ചിട്ടുണ്ട്. വണ്ടി ഓവറോൾ കൊള്ളാം. കളർ ഫെയ്ഡ് അങ്ങനൊന്നും വന്നിട്ടില്ല. വണ്ടി ഓവറോൾ കാണാൻ കൊള്ളാവുന്ന നല്ല രീതിയിൽ തന്നെയാണ്. ടയറെല്ലാം നല്ല ടയറാട്ടോ. ബാക്ക് ടയർ കാര്യങ്ങളൊക്കെ ആവറേജ് ടയർസ് കിടപ്പുണ്ട്. അതിനൊക്കെ വൃത്തിയുണ്ട്. എത്ര ചോദിക്കുന്നത്? 1,65 കിട്ടിയാൽ കൊടുത്തേക്കാം. 2010 വണ്ടി, ലോൺ കിട്ടത്തില്ല. 1,65 ഫുൾ പേയ്മെൻറ്റ് അല്ലേ? 2013 മോഡല്, 2014 രജിസ്റ്റർ ചെയ്ത അമേസാണിത്. 59,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണർ വണ്ടി. വിശ്വസിക്കാവോ? വിശ്വസിക്കാം.
എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. കിലോമീറ്റർ വിശ്വസിക്കാവോ? അതെ, ഓക്കെ, കിലോമീറ്ററും വിശ്വസിക്കാം. സിംഗിൾ ഓണർ അല്ലേ, പെട്രോൾ വണ്ടിയല്ലേ, അപ്പോൾ അത്രയൊക്കെ ഓടും. ഡീസലായിരുന്നെങ്കിൽ മരിച്ചോടിയനെ. ആ ഓക്കെ. ഇത് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത വണ്ടിയല്ലേ? അതെ 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 അതെ. എങ്ങനെയാണ് വിലയിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തുന്നുണ്ടോ? കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഒന്ന് 3.5 അല്ലെങ്കിൽ 3.40 മറ്റോ ചോദിച്ചു. ഞങ്ങൾ എന്തായാലും ഒരു 10-15 രൂപ നമുക്ക് അഡ്ജസ്റ്റ് ആക്കിയിട്ടേ കൊടുക്കാം. ഇത് ഒരു പെട്രോൾ അല്ലേ? പെട്രോൾ അല്ലേ? പെട്രോൾ. അപ്പോൾ എങ്ങനെ കിലോമീറ്റർ എങ്ങനെ? അല്ല, മൈലേജ് ഒരു 13 തൊട്ട് 15 വരെ അത്രേ ഉള്ളൂ. ഈ ടയർ, ബാക്ക് ടയർ ആവറേജ് താഴെയാണ്. ഇത് കാണുമ്പം എൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലാവും ഈ സാധനം ഞാൻ അന്നും ചോദിച്ചാൽ പോളിഷും ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഇത് പിന്നെ വണ്ടി എടുക്കാൻ ഒരാൾ പാർട്ടി വരുമ്പോൾ നമ്മൾ ചെയ്ത് ഇവിടെ ഇട്ടിരുന്നാലേ വീണ്ടും വെയിലാണ്. ഇത് വെയിലടിച്ചാണ് ഇങ്ങനെ ആവുന്നത്. ചില കളേഴ്സേ ഫെയ്ഡ് ആവുന്നുണ്ട് അങ്ങനെ. അത് നമ്മൾ 3.30 കൊടുത്തേക്കാം. 3.30 ലാസ്റ്റ് പ്രൈസ് ആണ്. നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കുറയാന്ന്. ഈ ടയർ മൊട്ടയാണ് ചേട്ടാ, മാറ്റി തരുമോ? നമ്മൾ ശ്രമിക്കാം. അത് കൊള്ളാം, ശ്രമിക്കാം. 2017 ഡീസലാണ്, ബലേനോ ആൽഫ, ടോപ്പ് എൻഡ് മോഡൽ. സിംഗിൾ ഓണർ. ആ, ബാക്ക് ടയറും ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. കിലോമീറ്റർ എത്രയാണെന്നാ പറഞ്ഞത്? 1,31,000. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പം ടൈമിംഗ് ചെയിനൊക്കെ അതെല്ലാം റീപ്ലേസാ. ഈ ഇത്രയും ഓടിയതാണ് ചെറിയ കിലോമീറ്റർ അല്ലേ? കൊള്ളാം. അപ്പൊ നിങ്ങളെ ഭാഷയിൽ അല്ല, ഇതിന് ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ പൊതുവെ കണ്ടിട്ടുമുണ്ട്. പയ്യലെ കടകളുടെ പേരൊന്നും പറയുന്നില്ല, ബട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. കൂടുതൽ നല്ല ഉണ്ണിയാവണ്ട, എല്ലാം പറയുമ്പോഴും കടകളുടെ പേര് പറയുന്നില്ല. അതെന്താ പറയണ്ട, അല്ലെങ്കിൽ അടിയാവൂന്നേ. ഒരുമാതിരി കടകളൊക്കെ അല്ലേ, അപ്പൊ നമ്മൾ പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഇപ്പൊ ഇതിലേക്ക് കിലോമീറ്റർ ഒരുപാട് കുറച്ച് കൊടുക്കുന്നവരുണ്ട്. ഇതിപ്പോ ഞങ്ങൾക്ക് ഒരു 50,000 കിലോമീറ്റർ താത്ത് കുറച്ച് വെച്ചിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് സെയിലാവും. പക്ഷെ ഞാൻ ജെനുവിൻലി പറയാം, എങ്ങനെ പോയാലും ഒരു 7-8 വർഷം പഴക്കമുള്ള ഡീസൽ വണ്ടികൾ 1 കിലോമീറ്റർ 1 ലക്ഷം ഒക്കെ മറിഞ്ഞിരിക്കും. മിനിമം 80 ഓടിയിരിക്കും. ഡീസൽ വണ്ടി എടുക്കുന്ന തന്നെ നല്ല ഓട്ടം ഉള്ളവരായിരിക്കും 90%. അത് ഓടാനാണ് എടുക്കുന്നത്, അല്ലാണ്ട് എന്തായാലും വീട്ടിൽ കിടക്കത്തുമില്ല, കിലോമീറ്റർ കുറയത്തുമില്ല. പെട്രോൾ വണ്ടി പോലും 7 കൊല്ലം ആയത് 1 ലക്ഷം കഴിഞ്ഞത് ഇവിടെ കിടപ്പുണ്ടെന്നേ. അപ്പോൾ പിന്നെ ഡീസലിൻ്റെ കാര്യം പറയണ്ടല്ലോ. നീ ഒരു കാര്യം നമ്മൾ ജെനുവിനാണ്, ജെനുവിൻ. ഇതാ ഞാൻ പറയാൻ വന്നേ. അടുത്തൊരു വണ്ടി പറയുമ്പോൾ ഡീസൽ വണ്ടി വർഷം കൂടി കുറച്ച് ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നീ നിങ്ങൾ വിശ്വസിക്കണം. അതുകൊള്ള. ഇത് എത്ര ചോദിക്കുന്നത്? ഇത് 590 ചോദിക്കണത്. നമ്മൾ 570 കൊടുക്കും. 570 നല്ല അടിപൊളി കിടിലം വണ്ടി. അതെ, കിലോമീറ്റർ ഓടിയെന്ന് മാത്രം. അതേ ഉള്ളൂ. ഹുണ്ടായി i20. ഇത് 4th ഓണർഷിപ്പാണ് കേട്ടോ. അപ്പം ഇത് 2016 മോഡലാണ്. കിലോമീറ്റർ കുറവാണ് ഓടിയത്. എത്ര? 60,000-നകത്തേ ഓടിയിട്ടുള്ളൂ. 2016 വണ്ടി 4 ഓണറായിട്ട് ഒരു ഇത്രയും ഓടിയിട്ടുള്ള. ഈ ഹുണ്ടായി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, മൈലേജിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് ആളുകൾ കൊടുക്കുന്നത്. അത് ഈ ഹുണ്ടായി i10 ആയാലും i20 ആണെങ്കിലും ആ ഒരു കാരണത്താലാണ് കൊടുക്കുന്നത്. ആവേശം മൂത്തിട്ട് പോയി എടുക്കും. അതെ. പക്ഷേ യാത്രാസുഖവും ഓടിക്കാൻ സുഖവും ഒക്കെയാണ്. അപ്പോൾ അത് അറിഞ്ഞെടുക്കുന്നവരെടുക്കുക. ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളവരെടുക്കുക. അങ്ങനെയുള്ളവർക്ക് എടുത്താൽ നല്ലതാണ്. എനിക്ക് കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ എടുത്തേനെ. കാരണം ഓടിക്കാൻ നല്ല സുഖമാണ്. എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സഹോദര. ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് മൈലേജ് സാധാരണക്കാരുടെ വണ്ടിയല്ലെന്ന് കരുതുക. അല്ലതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? മോഹത്തിന് എടുക്കുക. അല്ലെ, അതിപ്പോ ആരായാലും എടുക്കില്ല. ഇപ്പൊ ഞാനായാലും നീ ആയാലും മോഹം തോന്നുമ്പോൾ നമ്മളെ ഇച്ചി പൈസ സമയമാകുമ്പോൾ നമ്മളങ്ങ് എടുക്കും. പിന്നെ കിടന്ന് കൈട്ടടിക്കുന്നു എന്നുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അതെ. എത്ര ചോദ്യം? എത്ര? ഇത് 420 ചോദ്യം. 4 ഓണറായി. സംഭവം ശരിയാണ്. കിലോമീറ്റർ എത്ര ആയിരുന്നു? കിലോമീറ്റർ 60-നകത്തേ ആയിട്ടുള്ളൂ. 59. അത്രേ ഉള്ളൂ. സത്യം 16 അതുപോലെ ഇത്രയും മൈലേജ് ഉള്ള പെട്രോൾ അടിച്ച് ആരാ കിടന്ന് ഓടുന്നത്? അത് പറയാൻ പറ്റത്തില്ല. ഓരോ സമയത്ത് ഓരോ ന്യായങ്ങളാണ് ഈ കച്ചവടക്കാർക്കുള്ളത്. ഞാൻ കച്ചവടക്കാരനല്ല. ഓക്കെ. വോൾസ്വാഗൻ പോളോ 2015 മോഡൽ സിംഗിൾ ഓണർ വണ്ടി, ഡീസൽ, ഹൈലൈൻ, അതായത് ടോപ്പ് എൻഡ് വണ്ടി. പോളോ ആണ്. നല്ല ടയർ കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇതിനകത്തൊന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടി, അടിപൊളി വണ്ടി. സിംഗിൾ ഓണർ. ഇത് ഡീസൽ അല്ലേ? അപ്പോൾ മൈലേജ് ഏത് രീതിയിലായിരിക്കും? 18 കിട്ടും. 18. അത് ഷുവറായിട്ടുള്ള മൈലേജ് ആണ്. അതിന് മുകളിൽ ചിലപ്പോൾ ഓരോരുത്തർ ഓടിക്കുന്ന വിധം അനുസരിച്ച് ഓട്ടിപ്പിനനുസരിച്ചിരിക്കും. അതെ, ഡിപ്പെൻഡ് ഓൺ ഓടിപ്പ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. ഫോളോ പവറിൻ്റെ ഉണ്ട്. ബാക്ക് നോക്കിയാലും വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്
നല്ല അലോയ് വീൽസ് കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? 490. ഈ ടോപ്പിലുള്ള ബ്ലാക്ക് ചെയ്തേക്കുന്നതാണ് മാറ്റ്, മറ്റേ സ്റ്റിക്കർ ഉണ്ടല്ലോ. 490. ഉറപ്പിച്ച് സ്റ്റിക്കർ തന്നെ. എത്ര രൂപ ഇറക്കാൻ പറ്റും? 490 നമുക്കൊരു 10 രൂപയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനല്ല, 490 ഇപ്പം 480 നീ ഇപ്പം പറഞ്ഞു. ഇനി കുറയ്ക്കുമല്ലോ. അതല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ച പറഞ്ഞാൽ ആദ്യം എത്ര രൂപ ഇറക്കാൻ പറ്റും? അത് നമുക്കിപ്പോൾ ഒരാളുടെ സിബിലും സ്കോറും വെച്ചിട്ട് 80% വരെ, വണ്ടിയുടെ IDVയുടെ 80% വരെ നമുക്ക് ലോൺ കിട്ടും. ആ ലോൺ കിട്ടുന്നതിൻ്റെ ബാലൻസ് ഉള്ള എമൗണ്ടാണ് നമ്മൾ അടയ്ക്കേണ്ടത്. എങ്കിലും ഞാൻ ശരാശരി പറയാം ഒരു 60 രൂപ, 50 രൂപ, 60 രൂപ നമുക്ക് കയ്യിലുണ്ടെങ്കിൽ മാക്സിമം നല്ല സിബിലുള്ളവർക്ക് ഈ വണ്ടി എടുക്കാം. ശരി, 5 വർഷത്തേക്ക് ഈ വണ്ടി ലോൺ ഇട്ട് എടുക്കുന്ന ഒരാൾക്ക് എത്ര രൂപയായിരിക്കും അടവ് വരുന്നത്? 1,02,500, 5 വർഷത്തേക്കാണെങ്കിൽ 2,500 വെച്ച്. 2,400 തൊട്ട് 2,500 വരെ. ഞാൻ മാക്സിമം അങ്ങ് പറയുന്നതേ ഉള്ളൂ, കാരണം പിന്നെ വന്നിട്ട് അതിലൊരു സംസാരം ആവരുത്. അതുകൊണ്ട് വാഗണാർ 2022 മോഡല്, 2023 രജിസ്റ്റർ ചെയ്ത സിംഗിൾ ഓണർ, വെറും 13,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ് ഗായ്സ്. 13,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇതിൻ്റെ ആവേശം എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ ചാനലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ചാനലിലും പുള്ളി ഇതിനേക്കാൾ വർണ്ണിച്ചാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഉള്ള ചിരിയും സന്തോഷമാണ് പുള്ളി കാണിക്കുന്നത്. ഇതെങ്ങനെയാണ്? ഫോർഡോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, മാനുവലാണ്, സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ടോപ്പാണ്, പ്ലസ് ഉണ്ട്. ഓക്കെ. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഇത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളെങ്കിലും സുസുക്കിയുടെ ആയതുകൊണ്ടാണോ എന്തോ അതിൻ്റെ ഡോറൊക്കെ പഴം പോലെ തന്നെ ഇരിക്കണം. സാധാരണ നമ്മൾ പറയുന്നത് ഇത്ര ഓടിയെങ്കിലും വണ്ടിയുടെ ഡോറൊക്കെ നന്നായിട്ട് ഇരിപ്പുണ്ട്, വൃത്തിയായിട്ട് ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഇത്ര ഓടിയിട്ടുള്ളെങ്കിൽ പോലും ഡോറൊക്കെ ഒരുമാതിരിയായി. വെരി ബാഡ്. എത്ര ചോദ്യം? ഇത് 5,75. 5,75 ലാസ്റ്റ് പ്രൈസാ? അതിനകത്തൊന്നുമില്ലപ്പാ, നമുക്ക് കിട്ടുന്ന ആകെ 10 രൂപയാണ് കിട്ടുന്നത് മാക്സിമം പോയാ. ഇതിലായതുകൊണ്ട് ഞാൻ ഉള്ളതങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അല്ല, അവരിതിനകത്ത് മെൻഷൻ ചെയ്ത് നിനക്ക് എത്ര രൂപ ലാഭം കിട്ടും എന്നുള്ളത്. അത് ചെയ്തോട്ടെ, കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാലേ നമ്മൾ എടുത്ത വണ്ടി നമുക്കറിയാം. ഇതിൽ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ പുതിയ വണ്ടി, ഒരു ഷോറൂമിൽ കുറച്ച് പുതിയ വാഹനങ്ങളും വേണം. ചിലർ വന്നു കഴിഞ്ഞാൽ പറയും നിങ്ങളുടെ പുതിയതൊന്നും ഇല്ലല്ലോടെ എന്ന് ചോദിക്കും. എന്നാൽ പുതിയത് കിടക്കുമ്പോൾ പറയും പഴയതില്ലല്ലോടെ എന്ന്. ഇത് ഏതെടുത്തിട്ടാലും കണക്കാ, എന്നാലും അങ്ങനെ എടുക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ വരുന്ന ഈ ചെറിയ കിലോമീറ്റർ ഓടിയുള്ളൂ സിംഗിൾ ഓണർ വണ്ടി, അത് വർഷമൊന്നും ആയില്ലല്ലോ, 23 വണ്ടിയല്ലേ. അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് ആ ഒരു ചെറിയ പ്രോഫിറ്റ് കിട്ടും. അത് പ്രത്യേകിച്ച് മാരുതിയുടെ വണ്ടിക്കുള്ള ആ വിഷയം. വേറെ വല്ലതൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പം കുറച്ചുകൂടെ ഒക്കെ കിട്ടുമായിരിക്കാം. 2017 മോഡല്, 18 രജിസ്റ്റർ ചെയ്ത് സിംഗിൾ ഓണർ റെനോൾട്ട് ക്വിഡ് RXL മാനുവലാണ്. ടയർ ഒരുവിധം കുഴപ്പമില്ലാത്ത ടയർ കിടപ്പുണ്ട്. ഓട്ടോ എത്ര ഓടി? കിലോമീറ്റർ എന്തോ ഓടി? 62,000. 62 ജെനുവിൻ കിലോമീറ്റർ ഒക്കെ ആണേ. അതെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇത് ഒരു മനുഷ്യൻ്റെ ഇരുന്ന പുള്ളിയെ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ പ്രശ്നക്കാരനൊന്നും അല്ല പുള്ളി, സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. മനുഷ്യരെ വിശ്വസിക്കുന്നു, അത്രേ ഉള്ളൂ. 2 ഡോർ പവറിൻ്റെയാണ്. ബാക്കൊക്കെ വൃത്തിയായിട്ടിരിപ്പുണ്ട്. ബാക്ക് ടയർ ആവറേജ് ടയറാണ്. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 2,60,000 രൂപയ്ക്ക് ഞാൻ കൊടുക്കാം. 2,60,000 രൂപയ്ക്ക് ഈ വണ്ടി കിട്ടുന്നു. ഓക്കെ, പക്ഷേ ഇതിനകത്ത് ചെറിയ ഭാഗങ്ങളിൽ പെയിൻറ്റ് പോയ ഇതുണ്ട് കേട്ടോ. ഫെയ്ഡായിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ ഫെയ്ഡായിട്ടുണ്ട് കുറച്ച്. അത് എനിക്കേ കാണാൻ പറ്റുള്ളൂ, വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ വന്നിട്ട് ചിലപ്പോൾ ഇതിൽ താല്പര്യപ്പെട്ട് വന്നിട്ട് വണ്ടി മൊത്തത്തിൽ നോക്കുമ്പം ഫെയ്ഡിൻ്റെ കാര്യം സനൂപ് പറഞ്ഞില്ലെന്ന് പറയരുത്. അവിടെ അത്ര ഭാഗത്തായിട്ട് ഫെയ്ഡ് കാര്യങ്ങളുണ്ട്. അല്ലാത്ത പക്ഷം വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുകയാണ്. 2019 മോഡല് ടാറ്റ ടിയാഗോ XT വേരിയൻ്റ് ആണ്, അതായത് മിഡിൽ ഓപ്ഷൻ. എന്ത് ഓടി? സിംഗിൾ ഓണറാണ്. ഓട്ടം 72,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ? 2019 72,000 പോരെ? അത് നല്ല ഓട്ടമുണ്ട്. അത് സത്യമാണ്, നല്ല ഓട്ടമുണ്ട്. 1 ലക്ഷം ഓടിയ വണ്ടിയുടെ കിലോമീറ്റർ വെട്ടി കുറച്ച് 72,000 ആക്കിയിട്ടൊന്നും അല്ലല്ലോ. ഒരിക്കലും അല്ല, ഞങ്ങളങ്ങനെ ചെയ്യുമോ? ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലം. അതുകൊണ്ടാണ് അത് ഞാൻ ചോദിച്ചത്. നേരത്തെ നീ തന്നെ ഇട്ടതാണേ, അതുകൊണ്ട് അഥവാ നിനക്കൊരു ആഗ്രഹം തോന്നി വേണ്ടി നമ്മൾ ഇതൊക്കെ എല്ലാം പറയുന്നേ ഇല്ലയോ? ഇല്ലേ, ഉള്ള കാര്യം സത്യം ഏതാന്ന് സത്യം പറഞ്ഞാൽ ദൈവത്തിന് പോലും ഇപ്പൊ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാ. സത്യ ഇതിപ്പോ നമുക്ക്
ഇപ്പം സനൂപ് എനിക്കൊരു വണ്ടി കൊണ്ട് തരിക വിൽക്കാൻ, എൻ്റെ കൈ കൊണ്ട് തരുന്നു. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണിക്കുന്ന കിലോമീറ്റർ അത് സനൂപ് മാറ്റിയില്ലയോ എന്ന് ഞാൻ എങ്ങനെ അറിയും? സനൂപിൻ്റെ മനസ്സ് വെട്ടിപ്പൊളന്ന് നോക്കാൻ പറ്റുമോ? അതാ പ്രശ്നം. അപ്പോൾ കസ്റ്റമർ സത്യസന്ധമായി ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങളും അത് സത്യസന്ധമായി പറയും. ഇവിടെ വന്നിട്ട് എന്തായാലും ചേഞ്ച് ചെയ്തില്ല. ഇല്ല. ശരി, അത് ഞങ്ങളും വിശ്വസിക്കുന്നു. അത്രേ പറ്റൂ. എത്ര ചോദിക്കുന്നത്? ഇതിന് 3,70,000 രൂപയ്ക്ക് തരാം കേട്ടോ. ലാസ്റ്റ് 3,65 വരെ പോവാം. പെട്രോൾ മൈലേജ് 18 ഉണ്ട്. എൻ്റെ കൂട്ടുകാരന് കിട്ടുന്നോണ്ട് ഞാൻ പറഞ്ഞു. അവൻ്റെ ഇതായിരിക്കുന്നത് ഇതാ നടക്കുന്നത്. ഇത് 2, 3, 4, 5, 6 പേര് വന്നിട്ട് ഒക്കെ ചോദിക്കുന്നുണ്ട് വണ്ടി. 2014 മോഡൽ, നല്ല അത്യാവശ്യം നീറ്റ് വൃത്തിയായിട്ടിരിക്കുന്നൊരു വാഹനം കേട്ടോ. 2014 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഞാനുണ്ട് സിംഗിൾ ഓണറിന്റെ ഒരു ചാകരയല്ലയോ? 4 ഓണറിന്റെ വണ്ടി ഉണ്ടായിരുന്നു. ഒരെണ്ണല്ലേ? വണ്ടി കാണാനൊക്കെ വൃത്തിയുണ്ട്. സീറ്റ് കവർ മാത്രം ചെറുതായിട്ട് കീറിയിട്ടില്ല, പക്ഷെ അത് ആ റേഞ്ച് വരെ എത്തിയിട്ടുണ്ട്. അല്ലാത്ത പക്ഷം വണ്ടി കാണാൻ കൊള്ളാം. 2 ഡോർ പവർ വിൻഡോയാണ്. അതേപോലെ കളർ ഫെയ്ഡ് അങ്ങനെയൊന്നും കണ്ടിട്ട് തോന്നുന്നില്ല. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് ടയർ ആവറേജ് ടയർ. എത്ര ചോദ്യം? എത്ര ചോദ്യം? ചോദ്യം 2,60 ചോദ്യം. നമുക്ക് 2,55 ലാസ്റ്റ് കൊടുക്കുക. 5,000 രൂപ കുറയ്ക്കുള്ളൂ. സനൂപിന് വേണ്ടിയിട്ട് 5 കൂടെ കുറച്ച് 2,50. അത് ഓൺലി ഫോർ സനൂപിന്റെ ചാനലേ. ഞാൻ എന്തായാലും തൃപ്തനല്ല. കുറച്ച് സീറോ ആക്കട്ടെ. അല്ല, കുറച്ചുകൂടി കുറഞ്ഞിരുന്ന നിങ്ങൾക്ക് കച്ചവടം നിങ്ങൾക്ക് എന്റെ വീഡിയോക്ക് റീച്ച് ഉണ്ടാവും. അത് ശരിയാ. എനിക്ക് കുറച്ചുകൂടി സബ്സ്ക്രൈബറിനെ കിട്ടും. 2015 സ്വിഫ്റ്റ് VXI പെട്രോൾ വേരിയന്റ്. എത്ര ഓടി? 1,07,000. അതാണ് മുത്ത് വണ്ടി. വണ്ടി കണ്ടിട്ട് മുത്തല്ലേ? ടയർ വേസ് ചെയ്ത് മുത്ത് വണ്ടി. നല്ല ടയർ, എല്ലാം പുത്തൻ ടയർ. നമ്മൾ പുത്തൻ ടയർ കുറഞ്ഞൊരു കളിയില്ല ചില വണ്ടിക്ക്. അങ്ങനെ എടുത്ത് പറയണം കേട്ടോ. വണ്ടി കാണാൻ കുഴപ്പമൊന്നുമില്ല. ഡ്രൈവർ സീറ്റിൻ്റെ സൈഡ് മാത്രം സീറ്റ് ഒരല്പം കീറി ഇരിപ്പുണ്ട്. 4 ഡോർ പവർ വിൻഡോയാണ്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇല്ല. നല്ല സീറ്റ് കവറുണ്ട്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. വണ്ടിയുടെ ഡോർ പാഡ് നോക്കിയാലൊക്കെ വൃത്തിയായിട്ട്. ഇത് ഏത് വർഷമാണെന്ന് പറഞ്ഞത്? 2015. അങ്ങനെ ഒരുപാട് പഴകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തുരുമ്പൊന്നും വരാനുള്ള സമയമായിട്ടില്ല. നമ്മൾ ഈ കിലോമീറ്റർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കച്ചവടമൊന്നും ഇല്ലാത്തതുകൊണ്ട്, ജെനുവിൻ ആയതുകൊണ്ടേ. വണ്ടികളുടെ എണ്ണം തീരാറായി. എനിക്ക് നിനക്ക് തിരിച്ചിട്ട് ചോദിച്ചു തരാനുള്ള വണ്ടികൾ ഇനി ചിലപ്പോൾ കാണത്തില്ല. അതുകൊണ്ട് ഞാൻ അത് വിട്ടേക്കത്. ഓക്കെ, എത്ര ചോദ്യം? എത്രയാ? ഇതേ ഞങ്ങളൊരു കഥ പറയാമോ? പറഞ്ഞ ഇതിനു മുന്നേ ഒരു വണ്ടി ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. 2017 ഫസ്റ്റ് വണ്ടി. ഞങ്ങൾ 3,90 അത് വിറ്റത്. ഒരുപാട് പേര് ചോദ്യമായിരുന്നു ഇത് കണ്ടിട്ട്. ഞാൻ പറഞ്ഞു, സനു പറഞ്ഞില്ലേ ഞാൻ വീഡിയോ ചെയ്തിട്ടു അതിനകത്ത് ഇട്ടായിരുന്നു കേട്ടോ. അത് കണ്ടിട്ട് അങ്ങ് വിളിയോട് വിളി ഇപ്പോഴും വിളിക്കുന്നു. ഞാനീ പറയാനുള്ളതെന്ന് വെച്ചാൽ അതിന് പകരം ബദല് നമ്മൾ തരുക. 3,500 രൂപയ്ക്ക് അങ്ങ് തരും. എടുത്തോ, ഇനി വിളിക്കണ്ടത് സനുവിനെ അങ്ങ് വിളിച്ചാൽ മതി എല്ലാവരും. 3,500 രൂപ. 3,500 രൂപയ്ക്ക് 1,00,000 സംതിങ് ഓടിയ ആ വണ്ടി 1,00,000 സംതിങ് തന്നെ പെട്രോള്. വണ്ടി വില കുറവാന്നേ. മോഡൽ വെച്ചും കാര്യം വെച്ച് നോക്കുമ്പോൾ മറ്റുള്ള കടകൾ കയറി നോക്കിക്കോ, എന്നിട്ട് പറഞ്ഞാൽ മതി. 2012 മോഡൽ ഫോർഡ് ഫിയസ്റ്റ, സെക്കൻഡ് ഓണർ. ടയർ ഭാഗമൊക്കെ നല്ല ടയർ. അത് സനൂപ് തന്നെ പറയും. ടയർ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. ബാക്ക് ടയർ നോക്കി ആവറേജ് ടയർ കിടപ്പുണ്ട്. വണ്ടിക്ക് ഇത് മാനുവൽ അല്ലേ? അതെ അതെ. പെട്രോൾ അല്ലേ വണ്ടി? സോറി, ഡീസൽ. ഡീസലാണ്. 18 to 22 മൈലേജ്. അത്ര ഉണ്ടോ? ഉറപ്പാണോ? നല്ലപോലെ ഓടിച്ചാൽ കിട്ടും. നോക്കി ഓട്ടിക്കണല്ലേ. 18 to 22 അല്ല, പൊതുവെ എല്ലാവർക്കും അറിയുന്നില്ലേ ഫിയസ്റ്റ നല്ല മൈലേജാണ്. എന്താ വില? കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അതെ അതെ, 1,60 നമ്മൾ ചോദിച്ച വണ്ടിയാണ് കേട്ടോ. പക്ഷെ നമുക്ക് സത്യം പറഞ്ഞാൽ നല്ല വണ്ടി, കാണാനും യൂസ് ചെയ്യാനും ഒക്കെ നല്ല വണ്ടിയാണ്. ബട്ട് പോകാത്തതിനെ അപേക്ഷിച്ച് ഞങ്ങൾ വീണ്ടും ഒരു 10,000 രൂപ കുറയ്ക്കുക. കൈനഷ്ടത്തിൽ അങ്ങോട്ട് കൊടുക്കാമെന്ന് കരുതി. 1,500 കൊടുക്കാം. പിന്നെയും കൈനഷ്ടം വല്ലതും നോക്കൂ. ഗതി കെട്ടാ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ എന്തെങ്കിലും കൂടിയൊക്കെ കുറയും. 1,500 ഇവർ ചോദിക്കുന്നത്. പക്ഷെ വണ്ടി ഓരോ കാണാനൊക്കെ കൊള്ളാം. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ലേ? കാര്യമായ അങ്ങനെയൊന്നുമില്ല. എല്ലാം ഒറിജിനൽ സാധനം. അതായത് കണ്ടില്ലേ, കിടുക്കൻ. റീപ്ലേസ് ചെയ്ത ബമ്പറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കൂല, സ്ട്രോങ് കിട്ടൂല, കടന്ന് വിറയ്ക്കും. വണ്ടി കാണാൻ ഓക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ വണ്ടി ഇരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വണ്ടി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോവുക. അടുത്ത ഫോർഡ് എക്കോസ്പോർട്ട് 2016 മോഡൽ സിംഗിൾ ഓണർ പെട്രോളാണ്.
പെട്രോൾ വണ്ടിയാണ്. ടയറൊക്കെ നല്ല ടയർ, ആവറേജ് ടയർ, നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. ബാക്ക് സൈഡ് ടോപ്പിന്റെ മോഡൽ കേട്ടോ, ടൈറ്റാനിയം. മാനുവൽ അല്ലേ? ഓട്ടോമാറ്റിക് കേട്ടോ. ഇതേ ഞാൻ പറഞ്ഞ ഗിയർ നോബ് ഇങ്ങനെ ഓരോ പോക്കർത്തരങ്ങൾ കാണിച്ചു വെക്കുന്നതാണ്. ഇത് മാനുവൽ ആണോ അല്ലയോ എന്നുള്ള തിരിച്ചറിയാം. ഇത് എങ്ങനെ അറിയാൻ പറ്റുന്നത്? അകത്തോട്ട് കയറിയാൽ കാണാം, അല്ലാതെ ദൂരെ നിന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നില്ല. ടോപ്പ് എൻഡ് വണ്ടി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, ഓട്ടോമാറ്റിക്കുമാണ്. വണ്ടി കാണാനും കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. മൈലേജ് എന്തുവാണ്? പെട്രോൾ അല്ലേ? പെട്രോളാണ്. മൈലേജ് അപ്പോൾ 15 വരെ പ്രതീക്ഷിച്ചാൽ 15 കിട്ടുമോ? അത് മാക്സിമം കമ്പനിക്ക് പറയാമെങ്കിൽ നമുക്കും പറയാം. അങ്ങനെ പറയുന്നു. ഓക്കെ. മാരുതിയുടെ പുതിയ വണ്ടിക്ക് 29 മൈലേജ് പറയുന്നത്, മേടിച്ചവര് പറയുന്ന 13 തന്നെ പാടുപെട്ടാ കിട്ടുന്നതെന്ന്. അത് ശരി. അല്ല മറ്റേന്തോ ഗ്രാൻഡ് വിറ്റാരയോ ആ, ഒരു സാധനം ഓക്കെ. അമ്മമാര് ഹൈബ്രിഡ് എന്നും പറഞ്ഞ് ഇറങ്ങിയത്. അതായത് ഇവിടുത്തെ നമ്മളെ ഈ സുധീർ അണ്ണൻ്റെ ഒരു ഫ്രണ്ട് എടുത്ത് 29 മൈലേജ് അമ്മമാർ തലക്കേ ഒരു വലിയ ബോർഡും വെച്ച് വിറ്റ വണ്ടിയാണ്. 13-14 മൈലേജ് ഉള്ള അയാൾ ആരോട് പോയി പറയും? ഓക്കെ. ഇത് എത്ര ചോദ്യം? ഇതിൻ്റെ ഇതാകട്ടോ കിടുതാപ്പ്, ലൈറ്റ് അല്ല. ഓക്കെ. എത്ര ചോദ്യം? എത്രയാ? ഇത് നമ്മൾ 5.5 ചോദിക്കുന്നത്. പക്ഷേ 5.25 സനൂപിൻ്റെ ചാനൽ കണ്ടിട്ട് വരുന്നു എന്ന് പറയുന്നവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു വലിയ ഓഫർ. 5.25? 5.25. അല്ലെങ്കിൽ നിങ്ങൾ എത്ര ചോദിക്കുന്നത്? 5.5. 5.5. 25,000 രൂപയൊക്കെ കുറച്ച് പറയുന്നു. ഉള്ളതാണോ എന്തോ? ഞങ്ങൾക്ക് സനൂപിന്റെ കസ്റ്റമേഴ്സ് ക്ലയൻസ് അവരാണ് ഞങ്ങൾക്ക് വലുത്. തെള്ളുന്നതിന് അഭിനയിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലേ? എന്നാ പോട്ടെ. ഓക്കെ. അല്ല മാന്യമായിട്ട് നമ്മളെ കാര്യം കുറയ്ക്കാവുന്ന മാക്സിമം എമൗണ്ട് കുറച്ച് നമ്മൾ പറഞ്ഞതാണ്. ഈ വീഡിയോയിലൂടെ നമുക്ക് ഈ വണ്ടികൾ മൊത്തം പോകണം. എല്ലാ വണ്ടിയും സനൂപിന്റെ വീഡിയോ കണ്ട് പോകുന്നതാണ് സാധാരണ സനൂപിന്റെ പ്രേക്ഷകർ പറയുന്നുണ്ട്. നല്ല വീഡിയോ അല്ലേ? എനിക്കത് സ്ഥിരം കേൾക്കാറുണ്ട്. എന്തിനാണ് അത് ഇങ്ങനെയുള്ള കടകളിൽ പോണത്? ഞാൻ പക്ഷെ തോറ്റു കൊടുക്കാറില്ല. ഇതൊക്കെ ഉണ്ടാവും. ജീവിതമാകുമ്പോൾ തോൽവിയും കയറ്റം ഇറക്കവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഈ സായം സന്ധ്യയിൽ നിങ്ങൾക്ക് നല്ല കുറേ വണ്ടികൾ കാണിച്ചു തന്നിട്ടുള്ള വിശ്വാസത്തോടുകൂടി ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലക്കൊക്കെ ഉള്ള നല്ല നല്ല വണ്ടികൾ കണ്ടു കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ വില കുറഞ്ഞ വണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ച വണ്ടികളിലും ഈ തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഞാനത് നോക്കി അങ്ങനെയുള്ളതൊന്നുമില്ല. വണ്ടി ആ രീതിയിലൊക്കെ കാണാനൊക്കെ കൊള്ളാവുന്ന വണ്ടിയാണ്. പിന്നെ നിങ്ങൾ വന്ന് നോക്ക്, നിങ്ങൾ വന്ന് കണ്ട് നേരിട്ട് ബോധിച്ച് വണ്ടി എടുത്തുകൊണ്ട് പോകണം. അല്ലാതെ ഗൾഫിലിരിക്കുന്ന ചേട്ടന്മാർ അവിടെ ഇരുന്ന് ഡയറക്റ്റ് കാശ് അയച്ചു കൊടുത്തിട്ട് പിന്നെ വിളിച്ച് കംപ്ലൈൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് പഴിയേക്കാൻ വയ്യ. അതുകൊണ്ടാണ് സംഭവം. ഒരു വട്ടം കേട്ടതേ ഉള്ളെങ്കിൽ പോലും ആ ഒരു വട്ടം ഞാൻ അത്ര ജെന്യൂനായിട്ട് ചെയ്തിട്ടും അങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റ് എനിക്ക് വന്നെന്നുള്ളതിൻ്റെ ഒരു വിഷമം എനിക്ക് പോകുന്നില്ല. അതിങ്ങനെ നീർന്ന് കിടന്നത് അതിൻ്റെ ഇതുകൊണ്ട് ഇങ്ങനെ വീണ്ടും പറഞ്ഞ് നിങ്ങളത് ആ രീതി കാണണ്ട. 3-4 വട്ടം പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ അങ്ങ് നിർത്തിക്കോളും. തളരുമല്ലോ ആരായില്ല, അതുകൊണ്ട് അങ്ങ് നിർത്തിക്കോളും. അപ്പം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന നല്ലൊരു വീഡിയോ ഞാൻ കാണിച്ചു തന്നെന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.